നമ്മളെല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ, കുറെ ആളുകൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? കുറെ ആളുകൾ അത് പ്രാക്ടീസ് ചെയ്യുന്നവരും ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്തിട്ട് കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് അത് നടക്കാതെ പോകുന്നതുണ്ടാവും അല്ലേ? നമുക്ക് ചെറിയൊരു പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് നടക്കാതെ പോയിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്? ഒരുപാട് ആഗ്രഹിച്ചു, അത് നടക്കാതെ പോയിട്ടുണ്ട്. യെസ് എന്ന് പറയുന്നുണ്ട്. റഹാനത്ത് മാമ യെസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അല്ലേ? ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്ന കാര്യങ്ങൾ. ഒരു നോട്ട് പാഡും ഒരു പേന എടുത്തിട്ടൊന്ന് എഴുതി ഒരു 5 ആഗ്രഹങ്ങൾ, ചെറിയൊരു 5 ആഗ്രഹങ്ങൾ നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള 5 ആഗ്രഹങ്ങൾ ഒന്ന് എഴുതി വെക്കും. എല്ലാവരും എഴുതുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളത് യാത്ര പോകുന്നതായിരിക്കാം, എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വാഹനം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അത് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണോ നടക്കാത്തത് അത് ചെറിയ ആഗ്രഹങ്ങൾ എഴുതാം കേട്ടോ. എല്ലാവരും എഴുതുന്നില്ലേ? കമലത്ത് മാം, അതുപോലെ മോഹൻ സാർ, സുബൈദ മാം, എല്ലാവരും എഴുതാം കേട്ടോ. എന്താ എഴുതണ്ട ഞാൻ കേട്ടിട്ടില്ല. അതായത് നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ അത് എഴുതി വെക്കും. ഒരു 5 ആഗ്രഹങ്ങൾ എഴുതി വെക്കും. 5 എണ്ണം അല്ലേ? ഓക്കെ, നമുക്ക് പെട്ടെന്ന് എഴുതട്ടെ. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. 7 മണിക്ക് നമ്മുടെ ലൈഫ് മിസ്റ്റിയുടെ EFTയുടെ ക്ലാസ് ഉണ്ട്. അതാകുമ്പോഴേക്കും നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. എഴുതിയിട്ട് കഴിഞ്ഞവരെ അറിയിക്കട്ടോ. കുറെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് അത് നടക്കാതെ പോയത്? നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാവില്ലേ? അതായത് നമുക്കൊരു ബിലീഫ് ഉണ്ടാവും, നമ്മുടെ ഉള്ളിൽ അത് തടയുന്ന, അത് നേടാതിരിക്കാൻ വേണ്ടി നമ്മൾ തടയുന്ന ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അല്ലെ? എനിക്കതിന് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് അർഹതയില്ല എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എന്നെ ഇത് മേടിക്കാൻ എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ തടയുന്ന, നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ അതെന്താണെന്ന് എഴുതേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രാക്ടീസ്. എവിടെയാണ് നമുക്കത് ഫാൾട്ട് പറ്റിയത്, എന്തുകൊണ്ടാണ് വരാത്തത്, നമ്മുടെ ലൈഫിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത്, നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നടക്കാത്തത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ആ ചിന്തകൾ എന്താണ്, അതും കൂടെ എഴുതി വെക്കുക അതിന്റെ താഴെ.
ഉബൈദ മാം എന്ന് പറയുന്നത്. അപ്പൊ മാം എന്താണെന്ന് പറയാൻ പറ്റുമോ? മാമിന്റെ ആഗ്രഹം എന്താണ്? അതെന്താണ് നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങളെ തടയുന്ന ആ ചിന്ത എന്താണെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാം കേട്ടോ. ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെനിക്ക് കഴിയില്ല, എനിക്കത് മേടിക്കാനുള്ള ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ, അതിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അല്ലെ? നമുക്ക് ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ പല കുഞ്ഞുനാളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിനക്കത് അർഹതപ്പെട്ടതല്ല, എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല, അങ്ങനെ കേട്ട് വളർന്നിട്ടുള്ള നമ്മൾ വളർന്നിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഉള്ളിലും ആ ഒരു വിശ്വാസമായിട്ടുണ്ടാവും. ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല, നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇത് എന്നെ കൊണ്ടൊന്നും പറ്റിയൊക്കെ പണിയല്ല, അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റില്ല, ഇതൊക്കെ ക്യാഷ് ഉള്ളവർക്കും അല്ലെങ്കിൽ എന്നേക്കാൾ കഴിവും വിവരമുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അത് അവർക്കാണ് ഇതൊക്കെ പറ്റുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ച് ഒരുപാട് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ടാവും. അപ്പൊ ഇനി ചെയ്യേണ്ടത് അതിന്റെ പോസിറ്റീവായിട്ടുള്ള, അപ്പൊ നമുക്കിപ്പോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതെന്തുകൊണ്ട് നമ്മളിലേക്ക് വരുന്നില്ല അല്ലേ? അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഹലോ, ഞാൻ പറയട്ടെ. ഈ മക്കളെ പക്വത കമ്മിക്ക് എന്താ ചെയ്യാ? മക്കളെ പക്വത കമ്മി അവര് ചില നേരത്ത് വൈലന്റ് ആവും. മാം അത് നമുക്ക് പറയാം കേട്ടോ. നമ്മൾ ചെറിയൊരു പ്രാക്ടീസ് ചെയ്യാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ. സമയം കുറവാണ്, അതുകൊണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ എഴുതിയത്, അതാ പറഞ്ഞു. അതാണ് എഴുതി വെച്ചത്. ആകെ ഒരു ആഗ്രഹമാണോ എഴുതിയത്? എന്താണ് അവരെന്താണ് ചിന്തിക്കുന്നത്, അതുപോലെ മാം എന്താണ് അവരെ കുറിച്ച് ചിന്തിക്കുന്നത്? അവര് അങ്ങനെ പക്വത കമ്മി കാണിക്കുമ്പോ എനിക്കൊരു മനസ്സിലൊരു ഉത്കണ്ഠയാണ്. എന്താണ് അവരുടെ സ്വഭാവം ശരിയാവാത്തത്, ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ അവരുടെ സ്വഭാവം മാറാത്തതെന്നുള്ള തോന്നല് വരിക. എന്താണ് അതിന് വേണ്ടിയിട്ട് മാം എന്താണ് ചെയ്തത്? എന്താ ചെയ്യണം, ഞാനിങ്ങനെ മനസ്സിൽ ഓരോ നന്മ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും. അവരെങ്ങനെ കുറ്റപ്പെടുത്താറുണ്ടോ? കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അപ്പൊ ആ ഒരു ചിന്ത ഒഴിവാക്കുക. നമ്മൾ EFT മാം EFT ചെയ്യുന്നല്ലേ, അപ്പൊ ആ ഒരു ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാട്ടോ. നമ്മുടെ ആ ഫീലിംഗ് ആണല്ലോ, നമ്മൾ എനർജി എന്ന് പറയുന്നത്, നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വാക്കുകൾക്കും എല്ലാം എനർജി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് എന്താണ്? നമ്മൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയിട്ട് ചിന്തിച്ചാലും എല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നത്? ദിവസം പറയുന്ന അവർക്ക് പക്വതയില്ല, പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഒരു ഉത്തരവാദിത്തമില്ല എന്നുള്ള പല കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ അവരുടെ മൈൻഡിലേക്ക് ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ ഒരു ചിന്ത അവരുടെ മൈൻഡിലേക്ക് അത് കയറിക്കൊണ്ടിരിക്കും. ദിവസവും നിങ്ങൾ എന്താണ് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വിശ്വാസം ഒഴിവാക്കാം. അവർ ഓക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അതിന്റെ പോസിറ്റീവായിട്ട് എഴുതാം. മക്കളിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ? പോസിറ്റീവേ ഉള്ളൂ, പോസിറ്റീവ് ഉണ്ട്. നമുക്കിപ്പോ എത്ര നെഗറ്റീവായിട്ടുള്ള എത്ര മോശമുള്ള ആളുകളായാലും അവരിലും ഉണ്ടാവും ഒരു നന്മയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അതിലേക്ക് ഫോക്കസ് ചെയ്യാം. നമ്മൾ എപ്പോഴും നെഗറ്റീവിലേക്ക് നോക്കാതെ അവരുടെ തെറ്റിലേക്കോ അല്ലെങ്കിൽ അവരുടെ കുറവിലേക്കോ നോക്കാതെ അവർക്ക് എന്താണോ ഉള്ള പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളിലേക്ക് നോക്കുക. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് അത് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നതോടുകൂടി നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൂടെയുള്ളവർ എല്ലാവരുടെയും എനർജി അവിടെ ചേഞ്ച് ആവുന്നതോട് അവരുടെ ക്യാരക്ടറൊക്കെ മാറ്റം വരും. ഇപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇതെല്ലാവരും എഴുതാട്ടോ. നമുക്കൊക്കെ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള ഒരുപാട് ചിന്തകളും നമുക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള ഒരു ചെറിയൊരു പ്രാക്ടീസ് ആണ്.
സർ ചോദിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ഈ ആഗ്രഹങ്ങൾ എഴുതി വെക്കാം. ഇനിയിപ്പോൾ അതെന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ പല ആഗ്രഹങ്ങളും നമ്മൾ ഗോളുകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അതിന്റെ ചില കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഗോൾ എഴുതി വെക്കാം. അതിന്റെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളും നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനെ പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ടുവരിക. ആ ചിന്തയെ, നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ ആ ഒരു നെഗറ്റീവിനെ നേരെ പോസിറ്റീവായിട്ട് മാറ്റി എഴുതി കൊണ്ടുവരിക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും അതിനെക്കുറിച്ചൊരു 5 ഗ്രാറ്റിറ്റ്യൂഡും അത് എഴുതിയിട്ട് അതുപോലെ വിഷ്വൽ ചെയ്യാം ഡെയിലി. ക്ലിയർ ആയോ? എനിക്ക് ആഗ്രഹം, ആഗ്രഹം നേടിയതിന് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചതിന് നന്ദി, പ്രപഞ്ച ശക്തിക്ക് നന്ദി, അല്ലെങ്കിൽ നമ്മൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു എനർജി ഉണ്ടാവില്ലേ, അതിന് നന്ദി എഴുതുക. ഒരു 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. മാം ചോദിച്ചോളൂ. പോസിറ്റീവ് മാത്രം വായിക്കുക. ക്ലിയർ ആവുന്നില്ല. പോസിറ്റീവ് മാത്രമാണ് വായിക്കുക. അതെ അതെ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല നമുക്കിപ്പോ. ഇപ്പൊ മാം ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് അല്ലേ, രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതെല്ലാം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ടെൻഷനും ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ട് ഇതറിയാതെ ഇപ്പോഴും അതിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അതൊന്നും അറിയാതെ ഇപ്പൊ മാം ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്ന് ഈ ക്ലാസ് ഒക്കെ കേട്ട് അതുപോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊന്നും കഴിയാത്ത ആളുകളുണ്ടാവും. അപ്പൊ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ മാം ഒരുപാട് പുണ്യം ചെയ്ത ആളല്ലേ, ഒരുപാട് നന്മ ചെയ്ത ആളാണ് അല്ല, ഒരുപാട് അനുഗ്രഹമുള്ള ആളാണ് അല്ലെ. അപ്പൊ ഇന്നലെ ഉറങ്ങിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ, നമ്മളറിയാത്ത. ഇന്നിപ്പോ നമ്മളിവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള നമുക്ക് അനുഗ്രഹങ്ങൾ, നല്ല കാര്യങ്ങളാണ്. അതൊക്കെ എഴുതുക. അപ്പൊ നമ്മുടെ ഗോളിൽ എന്താണോ ഗോള്, അപ്പൊ അതിന്റെ നെഗറ്റീവ് എഴുതുക. നമ്മുടെ ബിലീഫ് എന്താണ് അത് എഴുതുക. എന്നിട്ട് അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. രാവിലെയും എണീറ്റ ഉടനെ അതേപോലെ ഉറങ്ങാൻ പോകുന്നതിന്റെ 1.5 മണിക്കൂർ മുൻപും ഇത് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് വിഷ്വൽ ചെയ്തിട്ട് ഉറങ്ങാം. പിന്നെ ആ ഒരു ചിന്ത കൊണ്ടാവണം കേട്ടോ ഉറങ്ങുന്നത്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് കിടക്കാതിരിക്കുക. കാരണം നമ്മുടെ ലാസ്റ്റ് എന്താണോ നമ്മുടെ ചിന്ത എന്നായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും 24 ഹവറും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾ എന്താണ് ചിന്തിച്ചത് അത് തന്നെ ആയിരിക്കും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പലപ്പോഴും സ്വപ്നം കാണാറില്ലേ, ചിന്തിച്ച കാര്യങ്ങൾ, ലാസ്റ്റ് ചിന്തിച്ച കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇതുകൊണ്ടാണ്. സർ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമ്മൾ ആ വിഷ്വൽ ചെയ്യുന്ന സംഭവമാണോ എഴുതേണ്ടത്? എന്താണോ ഗോള്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് നമുക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളാണ് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക. ആ ഒരു സംഭവം കിട്ടിയതായിട്ട് നമ്മളിപ്പോ സജീവമൊക്കെ കുറെ ആയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ. അപ്പൊ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ എഴുതാം. അപ്പൊ നമുക്ക് പുതിയ ആളുകളാണെങ്കിൽ നമുക്ക് ഒരു പ്രസന്റിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ എഴുതാം. അപ്പൊ അവർക്ക് ആ ഒരു വിശ്വാസം വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് അഡ്വാൻസ് ആയിട്ട് എഴുതുമ്പോൾ. അപ്പൊ മാമൊക്കെ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് എഴുതാം. ഓക്കെ സർ, ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു.
എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അടുത്തത് തീരെ വിശ്വാസങ്ങൾ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന എനിക്കിത് കഴിയില്ല, എൻ്റെ ചിന്തകൾ ഇങ്ങനെയാണ്, എനിക്ക് എന്നെ കൊണ്ട് ഇതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരുപാട് ചിന്തകൾ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് വ്യക്തമായിട്ടുള്ള ഗോൾ ഉണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞ നമ്മൾ ഗോളിനെ കുറിച്ച് പറഞ്ഞു, എന്താണ് ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. ചില ആളുകൾക്ക് നമുക്കെല്ലാം വ്യക്തമായിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ തടയുന്ന, നമ്മളെ ഗോളിനെ, നമ്മളെ ലക്ഷ്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് തടയുന്ന ഒരുപാട് കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വ്യക്തമായ ഗോളില്ലാത്തത്. നമുക്ക് എന്താണോ ആഗ്രഹിച്ചത്, ചിലപ്പോൾ നമുക്ക് ഇന്നൊരു ആഗ്രഹം ഉണ്ടാവും, ഇതെനിക്ക് നേടണം. ചിലപ്പം വേറൊരു കാര്യങ്ങൾ കാണുന്ന സമയത്ത് വീണ്ടും അതിനെക്കുറിച്ച് എനിക്ക് ഇത് വേണം. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് എത്ര ടൈം കൊണ്ട് വേണം, അതൊക്കെ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറ്റി കളിക്കാൻ പാടില്ല. യൂണിവേഴ്സിലേക്ക് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ചിന്തകൾ ഈ യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും അത് ഈ യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോൾ ഈ ഒരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് വേറെ ആഗ്രഹങ്ങളാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? ഇതെന്താണ് നമുക്ക് ശരിക്കും വേണ്ടത്? സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. ഇപ്പോ നമ്മൾ അഫർമേഷൻ പറഞ്ഞല്ലോ, അപ്പൊ നമ്മള് പിന്നെ ടെൻഷനും ഉത്കണ്ഠയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അത് മാറാൻ എന്താ അഫർമേഷൻ കൊടുക്കണ്ടേ? നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ കൊടുക്കുക. അതെന്താണ്, നമുക്ക് എന്താണോ നെഗറ്റീവ് ആയിട്ടുള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതിലൊരു പോസിറ്റീവ് ഉണ്ടാവും അല്ലേ? അത് പോസിറ്റീവായിട്ട് മാറ്റാം. നമുക്ക് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി വെക്കാം. അത് അഫർമേഷൻ ആയിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് എഴുതാം. പിന്നെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാതിരിക്കാനുള്ള വേറൊരു കാരണമാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല അല്ലേ? ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴും എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ ഇത് എങ്ങനെ നേടുന്നു ഇപ്പോഴും നിങ്ങളെ മൈൻഡിൽ ആ വിശ്വാസം ഉണ്ടാവും അല്ലേ? ഇതെങ്ങനെ നമ്മളിലേക്ക് എത്തും? അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് വിശ്വസിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ആദ്യം വിശ്വസിക്കുക, ഇത് എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേരിട്ടായിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും അവസരങ്ങളിലൂടെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും, ഇത്ര ഒരു മാസം ഇത്ര ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത്. അവരായിരിക്കില്ല ചിലപ്പോൾ ആ ബിസിനസ് കൊണ്ടുവരുന്നത്. ചിലപ്പം വേറെ പുതിയ ആളുകളോ അല്ലെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും എന്നുള്ള ചിന്ത ഒഴിവാക്കി നിങ്ങൾ അതിൽ വിശ്വസിക്കാം. ഇതെനിക്ക് നേടിയെടുക്കാൻ പറ്റും, എന്നിലേക്ക് അത് എത്തും എന്നുള്ള വിശ്വാസം ആദ്യം ഉണ്ടാവാം. ഓക്കെ. പിന്നെ നിങ്ങളെ വിഷ്വലൈസേഷൻ, എല്ലാവരും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിഷ്വൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ വിഷ്വൽ ചെയ്യുമ്പോൾ ചുമ്മാ നമ്മളത് കണ്ടു പോവാതെ, നമ്മൾ ആഗ്രഹങ്ങളെ ചുമ്മാ അത് കാണുകയല്ല. ചിലപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, അത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ കാണുന്ന സമയത്ത്, വിഷ്വൽ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന കാണുന്ന സമയത്ത് നമ്മളെ 5 സെൻസും, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ക്യാഷിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച്, ആ ക്യാഷ് നിങ്ങളെ കയ്യിലേക്ക് വരുന്നതും അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു നോട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല നമ്മളിങ്ങനെ, അതുവരെ നിങ്ങൾ അത് കേൾക്കണം. അതിൻ്റെ അതേപോലെ ആ ഒരു പുതിയ നോട്ടിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, നല്ലൊരു മണം ഉണ്ടാവില്ലേ, അതുവരെ നിങ്ങൾ അത് ഫീൽ ചെയ്യാൻ പറ്റണം എന്നാണ്. നിങ്ങളെ ആഗ്രഹങ്ങൾ, നിങ്ങളെ ഗോളിന് എത്രത്തോളം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അത്രത്തോളം പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് വരും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത്രയും പെട്ടെന്ന് അത് പതിയുന്ന പറയും. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരുപാട് അവസരങ്ങൾ പെട്ടെന്ന് ഉണ്ടാവും. അത് ആൾറെഡി നിങ്ങൾക്ക് കിട്ടിയതായിട്ടും, നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതായിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് വിഷ്വൽ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നോട്ടൊക്കെ, നിങ്ങൾ സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു ക്യാഷ് നിങ്ങളെ കയ്യിലേക്ക് കിട്ടുന്നതും നോട്ട് കെട്ട് കിട്ടുന്നതും അത് നിങ്ങളിങ്ങനെ ഉണ്ടെന്നതും അതിന്റെ സൗണ്ട് വരെ കേൾക്കുന്നത്, അത് സ്മെല്ല് ചെയ്യാം, അത് ഫീൽ ചെയ്യാം. ക്യാഷ് ഇങ്ങനെ കിട്ടുമ്പോഴേ ഇടയ്ക്ക് ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന സമയത്ത് വെറുതെ എടുത്ത് സ്മെല്ല് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ചുമ്മാ നിങ്ങൾ വിഷ്വൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു പ്രാക്ടീസ് ചെയ്യാം. ക്യാഷ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നോട്ട് ഇങ്ങനെ എണ്ണൂല്ലേ നമ്മുടെ 2 കൈകളും, അതുപോലെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മുടെ മൈൻഡിന് അറിയാലോ, നമ്മുടെ മൈൻഡിന് എന്താണ് കള്ളം, എന്താണ്
സത്യം എന്താണ് തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പൊ നിങ്ങളത് മൈൻഡിനെ അങ്ങനെ ആ പ്രാക്ടീസ് ചെയ്ത് പറ്റിക്കുക. അപ്പൊ നിങ്ങളിലേക്ക് അതെത്തും. അപ്പൊ നമുക്ക് സമയം ഇവിടെ 7 മണിയായി കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് മൺഡേ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നമ്മുടെ ലൈഫ് മാസ്റ്ററിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. സാർ എഴുതിയതിന് ഇനി ഉത്തരം നമ്മൾ ഇപ്പൊ തന്നെ എഴുതണോ? എഴുതണം. മാം എഴുതിയില്ലേ? അതിന്റെ എഴുതി. ആ ഒരു നെഗറ്റീവ് എഴുതുക, ഗോൾ എഴുതി വെക്കുക. അതുപോലെ അതിൽ നിങ്ങൾക്ക് എന്താണ് നെഗറ്റീവായിട്ട് ചിന്തിച്ച ആ കാര്യങ്ങൾ എഴുതി വെക്കുക. അതുപോലെ അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഇപ്പൊ തന്നെ എഴുതി വെക്കാം അല്ലെ? എന്നിട്ട് അത് ദിവസം റിപ്പീറ്റ് ചെയ്യാം. അതെ, ദിവസം രാവിലെ ഒരു 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അതുപോലെ രാത്രി 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അത് എന്നിട്ട് വിഷ്വൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഇതൊക്കെ തന്നെ ഇപ്പൊ എഴുതല്ലേ എന്നും? ഇപ്പൊ തന്നെ എഴുതാം. നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സാറേ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ ഉദ്ദേശിച്ചത്? ഇതൊക്കെ തന്നെ എപ്പോഴും എഴുതിരിക്കണേ പറയാം. അതെ, ജുബിൻ സാർ അഡ്വാൻസ് ആയിട്ട് എഴുതാം. അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ ഈ ഒരു സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അഡ്വാൻസ് ആയിട്ട് എഴുതാം. എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല, പുതിയ ആളുകൾ ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ ചില പ്രാക്ടീസ് ചെയ്തിട്ട് അത് കിട്ടാത്ത വന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് നമുക്കിപ്പോൾ ഇതുവരെ കിട്ടിയ കാര്യങ്ങൾക്ക്, അതുപോലെ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രസന്റിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാൽ മതി. മറ്റത് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുന്നത് അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിലാണെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളായാലും നമുക്ക് നടക്കാതെ വരുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. കാരണം സമയമില്ലാത്തത് കൊണ്ടാണ് അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. യൂസ്ഫുൾ ആയോ ഇന്നത്തെ സെഷൻ? താങ്ക് യു. എല്ലാവർക്കും ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സാർ. Thank you, sir. Thank you very much. And effective class. Thank you, sir.